എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ 2025 LGSന്റെ റാങ്ക് പട്ടിക നിലവിൽ വന്നു. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയാണ് നമ്മുടെ LDC പരീക്ഷ. അതിൻ്റെയും 2025 റാങ്ക് പട്ടിക നിലവിൽ വന്നു. അങ്ങനെ കേരള PSC വഴി ഒരു ഗവൺമെൻറ് ജോലി സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഏറ്റവും വലിയ രണ്ട് മത്സര പരീക്ഷകളായിരുന്നു LGSഉം LDCയും. രണ്ടിൻ്റെയും റാങ്ക് പട്ടിക 2025 കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിരിക്കുകയാണ്. 2025 നിലവിൽ വന്ന ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ പിറകിൽ ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. ഒരുപാട് സാക്രിഫൈസ് അനുഭവിച്ചുകൊണ്ടാണ് ഈ ഒരു റാങ്ക് പട്ടികയിലെ ആദ്യ ഭാഗത്ത് വന്ന ഉദ്യോഗാർത്ഥികൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതൊക്കെ അടുത്ത LDC LGS പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട വസ്തുതകളാണ്. മക്കളെ, നമ്മൾ 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിലൊന്ന്, 2025 നിലവിൽ വന്നിരിക്കുന്ന ഈ ഒരു റാങ്ക് പട്ടിക 2028 ആകുമ്പോൾ അവസാനിക്കുകയാണ്. 2028 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. 2022 ഇതിനു മുമ്പ് റാങ്ക് പട്ടിക നിലവിൽ വന്നത്. 2022 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ തന്നെ അന്ന് 2022 ഈ ഒരു റാങ്ക് ലിസ്റ്റിലെ 1ാമത്തെ റാങ്ക് കിട്ടിയ ഇന്ന ആളിന് അഭിനന്ദനങ്ങൾ, 7ാമത്തെ റാങ്ക് കിട്ടിയ ഇന്ന ആളിന് അഭിനന്ദനങ്ങൾ, അങ്ങനെ ഒരുപാട് വാട്സപ്പ് പോസ്റ്റുകളും ഒക്കെ നമ്മൾ സാധാരണ കാണാറുണ്ടായിരുന്നു. ഇങ്ങനെ പോസ്റ്റുകൾ കാണുന്ന സമയത്ത് നമുക്ക് വലിയൊരു ആത്മവിശ്വാസമാണ്, അല്ലെങ്കിൽ വലിയൊരു ആവേശമാണ്. അടുത്ത പരീക്ഷ നമുക്ക് എങ്ങനെയെങ്കിലും എഴുതിയെടുക്കണം. സ്വാഭാവികമായിട്ടും എല്ലാവരും 2022 മുതൽ പഠിച്ച് 2024 പരീക്ഷ എഴുതി 2025 അവരാണ് റാങ്ക് പട്ടികയുടെ ആദ്യ ഭാഗത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, 2022 തുടങ്ങിയ വലിയൊരു മിഷൻ 2024 അവസാനിപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട 2 വർഷങ്ങളിൽ അവരെടുത്തു പോയ റിസൾട്ടിൻ്റെ, അല്ലെങ്കിൽ അവരെടുത്തു പോയ എഫോർട്ടിൻ്റെ റിസൾട്ടാണ് 2025 നിങ്ങൾ ഇപ്പോൾ കാണുന്ന അഭിനന്ദനങ്ങളായിട്ട് മാറുന്നത്. അല്ലാതെ 2023-24 കാലഘട്ടങ്ങളിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം, അല്ലെങ്കിൽ എക്സാമിനേഷൻ ഡേറ്റ് വന്നതിന് ശേഷം പഠിച്ചു പോയ ഉദ്യോഗാർത്ഥികളല്ല ആദ്യ ഭാഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ 2028 പുതിയ റാങ്ക് പട്ടിക നിലവിൽ വരേണ്ടത് നമ്മളിപ്പോഴേ സ്വപ്നം കാണണം. ആ 2028 പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ അതിലെ ആദ്യത്തെ 50-നകത്തേക്ക് നിങ്ങളുടെ പേരുകൾ എത്തിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേരുകൾ എത്തണം എന്നുള്ള ആ ഒരു വലിയ സ്വപ്നം നിങ്ങൾ ഇപ്പോൾ തന്നെ പിന്തുടരണം. കാരണം വൈകിട്ടില്ല, നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. 2025 മുതൽ 2027 വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു 2 വർഷ കാലയളവ് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 2028 തീർച്ചയായിട്ടും നിങ്ങളുടെ പേരുകൾ ഇതേപോലെ 2028 കൊല്ലം ജില്ല LDC 3ാം റാങ്ക് ഇന്ന ആള്, അല്ലെങ്കിൽ 2028 വരുന്ന LGSന്റെ തിരുവനന്തപുരം ജില്ലയുടെ 13ാമത്തെ റാങ്ക് ഇന്ന വ്യക്തി. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ സ്വപ്നം കാണണം. ഇപ്പോഴേ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, ഇപ്പോഴേ പഠനം നിങ്ങൾ തുടങ്ങേണ്ടത് അത്യന്തം അനിവാര്യതയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇപ്പോൾ തന്നെ പഠനം തുടങ്ങണം എന്നുള്ള വസ്തുത മാത്രമേ നിങ്ങളോട് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളൂ. അതുകൊണ്ട് 2028 വരുന്ന പരീക്ഷയ്ക്ക് നമ്മൾ ഇപ്പോഴേ പഠിക്കണോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ 2022 ഉദ്യോഗാർത്ഥികൾ, അന്ന് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ ഉദ്യോഗാർത്ഥികൾ അന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ അവർ 2025 ഇന്ന് നിലവിൽ വന്നിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ വരുത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2028 വരാൻ പോകുന്ന അടുത്ത റാങ്ക് പട്ടിക്ക് ഇപ്പോഴേ നിങ്ങൾ തീർച്ചയായിട്ടും കാലെടുത്ത് വെക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പോഴേ തുടങ്ങുക. ചെറിയ കാൽവെപ്പുകൾ തീർച്ചയായിട്ടും 2028 നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന വലിയൊരു സ്വപ്നത്തിൻ്റെ ഭാഗമാകാൻ നിങ്ങളെ തീർച്ചയായിട്ടും ഇതെല്ലാം സാധിക്കുമെന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതുകൊണ്ട്
നിങ്ങളുടെ ഈ ഒരു മിഷന്റെ ഭാഗമായിട്ട് ഇനിയുള്ള ദിവസങ്ങളെല്ലാം കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസങ്ങളും ഫലപ്രദമുള്ള ഔട്ട്പുട്ടുള്ള ദിവസങ്ങളാക്കി മാറ്റണം. ഈ ഒരു കാലയളവിലെ നിങ്ങൾ ഒരുപാട് പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കാം. സ്വാഭാവികമായിട്ടും ഇനി നിങ്ങൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ പരീക്ഷ എഴുതുന്നവരായിരിക്കാം, അല്ലെങ്കിൽ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ എഴുതുന്നവരായിരിക്കാം, അതല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന നമ്മുടെ ബിവറേജസ് കോർപ്പറേഷൻ LD പരീക്ഷ എഴുതുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ആണ്. ഇപ്പം നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ എഴുതി, ഇനി അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ കിടക്കുകയാണ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരാൻ കിടക്കുകയാണ്, അതേപോലെ കമ്പനി ബോർഡ് എലിജിബിലിറ്റി നോട്ടിഫിക്കേഷൻ വരാൻ കിടക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വരാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷകളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു റാങ്ക് പട്ടിക നിലവിൽ വരുമ്പോൾ തന്നെ ഇതിന് തൊട്ടു മുമ്പത്തെ റാങ്ക് പട്ടികയിൽ പ്രതീക്ഷിക്കാതെ പോയ ഉദ്യോഗാർത്ഥികൾക്ക് പോലും നിയമനം കിട്ടിയ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ആൾക്കാർ പറയുന്നത് പോലെ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ നാളെ നിങ്ങൾ സ്വപ്നം കാണുക. 2028 റാങ്ക് ലിസ്റ്റ് സ്വപ്നം കാണുക. 2028 വരാൻ പോകുന്ന LDC റാങ്ക് പട്ടികയിലെ എൻ്റെ റാങ്ക് ആദ്യത്തെ 50-നകത്തേക്ക് എത്തിക്കണം. അതിനുവേണ്ടി ഞാൻ ഇപ്പോഴേ തുടങ്ങണോ എന്ന് ചോദിച്ചാൽ, എടാ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇപ്പോഴേ തുടങ്ങണം, ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. എങ്കിൽ മാത്രമേ റാങ്ക് പട്ടികയുടെ ആദ്യ ഭാഗത്ത് നിങ്ങളുടെ പേരുകൾ എത്തിക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഈ വാക്ക് കേൾക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും അടുത്ത LDC പരീക്ഷ അല്ലെങ്കിൽ അടുത്ത LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റ വാക്കേ ഉള്ളൂ, നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. നമുക്ക് ഈ ഒരു യാത്രയിലെ ഒരുമിച്ച് പഠിക്കാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. തീർച്ചയായിട്ടും നമ്മുടെ പുതിയ പുതിയ ബാച്ചുകൾ ഉടനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു വലിയൊരു മിഷനാണ്. അടുത്ത 2028 വരാൻ പോകുന്ന വിവിധ LDC LGS റാങ്ക് പട്ടികകളുടെ ആദ്യ ഭാഗത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരെത്തിക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്രയും വാക്കുകൾ നിങ്ങളിലേക്ക് എത്തിച്ചത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ എൻ്റെ ഈ വാക്കുകൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. 2028 വരാൻ പോകുന്ന വിവിധ റാങ്ക് ലിസ്റ്റിലെ നിങ്ങളുടെ പേര് ആദ്യത്തെ ഭാഗത്തേക്ക് എത്തട്ടെ എന്നുകൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു മിഷനിൽ നമുക്ക് ഒരുമിച്ച് കാലുവെക്കാം. തീർച്ചയായിട്ടും ബോർഡ് നമ്പർ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുക്കുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിച്ചുകൊണ്ട് ഈ ഒരു മിഷൻ ഫുൾഫിൽ ചെയ്യാം. 2028 2029 തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരൻ്റെ IAS എന്ന് പറയുന്ന LDC പരീക്ഷ അല്ലെങ്കിൽ LGSന്റെ പരീക്ഷ നമുക്ക് ഒരുമിച്ച് നേടാം. അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം.